ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെടുന്ന ഒറ്റ SC ഉന്നതിയിലാണ് മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ ജനരോഷം ഇരമ്പുന്നത്. പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കുന്നിൻ മുകളിലുള്ള റബ്ബർ മരങ്ങൾ പിഴുതുമാറ്റിക്കൊണ്ടാണ് ടവർ നിർമ്മാണത്തിനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കമ്പനി ആരംഭിച്ചത്. വിവരമറിഞ്ഞ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രദേശവാസികൾ ഒന്നടങ്കം സ്ഥലത്തെത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയുമായിരുന്നു. പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് വർഷങ്ങളായി താമസിച്ചു വരുന്നത്. യാതൊരുവിധ മുൻകൂർ അറിയിപ്പുമില്ലാതെ തികച്ചും ഏകപക്ഷീയവും ധിക്കാരപരവുമായ നിലപാടാണ് ടവർ നിർമ്മാണ കമ്പനി സ്വീകരിച്ചതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 8ാം വാർഡ് മറ്റാ കോളനി ഉന്നതിയിൽ ഒരു ടവർ വരുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. ടവർ വരുന്നത് അറിഞ്ഞത് ഇന്നലെയാണ് ഇവിടെ പണി തുടങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആരും മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 85ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഉന്നതി ആണ് ഇവിടെ ഉള്ളത്. അതിന് തൊട്ടരികിൽ ചെറിയ കുട്ടികളും ബ്ലോക്കുകൾ കഴിഞ്ഞ ആളുകളും താമസിക്കുന്നതാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഞങ്ങൾ ഡിസ്ട്രിക്ട് ടെലിഫോൺ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുമായി പണി ഇവിടെ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനോട് അവർ പൂർണ്ണമായും സഹകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനെക്കാട്ടിയും വീടുകൾ മാറ്റി നിർത്തി ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഒട്ടനവധി ഇവിടെ തന്നെ ഉണ്ട്. ടവർ വരുന്നത് കൊണ്ട് ഞങ്ങൾ ആരും അവർക്ക് എതിരല്ല. നല്ല കാര്യമാണ് ടവർ വരുന്നത്. പക്ഷേ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ടവർ വരാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനോട് അവർ പൂർണ്ണമായും സഹകരിക്കുന്നതാണ് വിനീതമായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനവാസ മേഖലയില്ലാത്ത മറ്റ് അനുയോജ്യമായ സ്ഥലങ്ങൾ ഈ പ്രദേശത്ത് തന്നെയുണ്ടായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇവിടെ തന്നെ ടവർ സ്ഥാപിക്കണമെന്ന കമ്പനിയുടെ വാശി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഞാൻ കുന്നംപള്ളി 8ാം വാർഡ്, എൻ്റെ വീടും പരിസരവും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വരുന്നത് ഞാനും അറിഞ്ഞിട്ടില്ല. നമ്മളിനി ഓരോരുത്തർ പറയുമ്പോഴാണ് അറിയുന്നത്. തൊട്ടടുത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ അടുത്ത് കാര്യം എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയും കുടുംബങ്ങളും കുഞ്ഞു മക്കളും അസുഖമായിരിക്കുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു സംഭവം വരിക പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനുള്ള കാര്യങ്ങളാണ്. അത് ഇവർ പറയുന്ന പോലെ നമുക്ക് ഒരിത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളിൽ നോക്കി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പ്രതിഷേധം ശക്തമായതോടെ ടവർ കോൺട്രാക്ടർ ഖാദർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഇവിടെ ഇൻഡസിന്റെ എയർടെൽ ടവറാണ് വരുന്നത്. കൊറ്റാ കോളനിയോട് സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് വർക്ക് 16-ാം തീയതി വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നേക്ക് 3ാം ദിവസമായി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് നാട്ടുകാർ വന്നിട്ട് മെമ്പറും പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് താൽക്കാലികമായി വർക്ക് നിർത്തി വയ്ക്കണം, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വർക്ക് മുമ്പോട്ട് കൊണ്ടുപോയാൽ മതിയുണ്ട്. അവർ സ്റ്റോപ്പ് മെമ്മോ വരെ തരാൻ വേണ്ടി വരെ സൈറ്റിലേക്ക് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ കമ്പനിയെ സംസാരിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞത് മാനിക്കുന്നു. അവർ 2 ദിവസം വർക്ക് നിർത്തിയിട്ട് ശനിയാഴ്ച അവർക്കൊരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാനൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ബാക്കി എന്തായാലും തീരുമാനിച്ച് വർക്ക് റീകണ്ടിന്യൂ ചെയ്യാനാണ് കമ്പനിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാരായ ഷംസുദ്ദീൻ, രാമൻകുട്ടി, അഭിലാഷ്, ബിജു, പ്രദീപ്, രാജീവ്, രഞ്ജിത്ത്, ബിനീഷ്, സുധീഷ്, അശ്വതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികൾ തങ്ങളുടെ ശക്തമായ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തിയത്. അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് CC.